റോഡിന് ഇരുവശവുമായി നിരവധി ആളുകൾ പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടി നിലയുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടുന്ന വാഹന വ്യൂഹമാണ് കടന്നുപോകുന്നത്. കേരള പോലീസും ഇതോടൊപ്പം തന്നെ സുരക്ഷയുടെ ഭാഗമാകുന്നുണ്ട്. കേന്ദ്ര സേനകൾക്ക് ഒപ്പം ആണ് ഇത്തരത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയ പ്രധാനമന്ത്രി ഇപ്പോൾ പുത്തരിക്കണ്ടം മൈതാനത്തിലേക്ക് പുറപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആണ്. ഇപ്പോൾ ഇതാ കമാൻഡോകൾ പുറത്തിറങ്ങുന്ന സാഹചര്യം, പുറത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്ന സാഹചര്യം. പ്രധാനമന്ത്രി പുറത്തേക്ക് ഇറങ്ങുമോ അതെയോ വാഹനത്തിൽ നിന്നുകൊണ്ട് അഭിസംബോധന ചെയ്യുമോ എന്നതാണ് നമുക്ക് അറിയേണ്ടത്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വാഹനം കടന്നു പോകുന്നത് കാണാൻ സാധിക്കുന്നു. പ്രധാനമന്ത്രി കൈവീശി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അദ്ദേഹം പുറത്തേക്ക് ഇവിടെ ഇറങ്ങുവാനുള്ള സാധ്യത കുറവാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം 2 മണിക്കൂർ മാത്രമാണ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് ചെലവഴിക്കുന്നത്. അത്രമേൽ ടൈറ്റ് ഷെഡ്യൂൾ ആണ് പ്രധാനമന്ത്രിയുടേത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ പ്രദേശത്ത് പ്രധാനമന്ത്രി ഇറങ്ങുവാനുള്ള സാധ്യതയില്ല. പക്ഷേ നഗരഹൃദയത്തിലേക്ക് എത്തുമ്പോൾ അവിടെ നിരവധി ആളുകൾ പ്രധാനമന്ത്രിയെ കാത്തിരിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി അവിടെ ഇറങ്ങി ജനങ്ങളെ അഭിസംബോധന ചെയ്യുമോ അതെയോ റോഡ് ഷോ നിശ്ചയിച്ചിട്ടുള്ള സ്ഥലത്ത് മാത്രമാണ് ഇറങ്ങുക? അതെല്ലാം സുരക്ഷാ സംവിധാനങ്ങളും ക്രമീകരണങ്ങളും അനുസരിച്ച് കൂടിയായിരിക്കും ചെയ്യുക അല്ലെങ്കിൽ പ്രവർത്തിക്കുക എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് എങ്കിൽ ഒരു കാരണവശാലും പ്രധാനമന്ത്രി അങ്ങനെ ഇറങ്ങുകയോ ആളുകളെ അഭിസംബോധന ചെയ്യുകയോ ചെയ്യില്ല. മറിച്ച് പ്രധാനമന്ത്രി നേരിട്ട് ഈ റോഡ് ഷോ നടക്കുന്ന ഇടത്തേക്ക് തന്നെയായിരിക്കും എത്തുക. അങ്ങനെ കമാൻഡോകൾ ഉൾപ്പെടെ ഉള്ളവർ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് പ്രധാനമന്ത്രി ഇതാ പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അവിടെ വികസിത കേരളം എന്ന ബോർഡ് നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ വികസനം മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്നതാണ്. അതോടൊപ്പം തന്നെ എഴുതി വെച്ചിട്ടുണ്ട് വരവായി വിശ്വാസ സുരക്ഷിത എന്ന് തുടങ്ങുന്ന തരത്തിലുള്ള വിശ്വാസ സുരക്ഷിത വികസിത കേരളം എന്നാണ്. അവിടെ തീർച്ചയായും രാഷ്ട്രീയം കൂടി പറഞ്ഞു പോകുന്നു എന്നതിൽ ഒരു തർക്കവുമില്ല. അതാണ് ശബരിമല വിഷയം ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ട് ആണ് ഈ വരവ് എന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ആ തലക്കെട്ടിൽ തന്നെ അത് വ്യക്തമാകുന്നു. വികസിത കേരളം, അതോടൊപ്പം തന്നെ വിശ്വാസ കേരളം എന്നതുകൂടിയാണ് പറയുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആണ്. നേരത്തെ ഈ വഴിയാണ് പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നുപോയത്. ഇപ്പോൾ കാണുന്നത് വിമാനത്താവളത്തിന് സമീപത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇവിടെ നിന്ന് ചാക്ക വഴി ജനറൽ ആശുപത്രി വഴിയുള്ള ക്രമീകരിക്കപ്പെട്ട നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുള്ള പാതയിലൂടെ ആണ് പ്രധാനമന്ത്രിയുടെ വാഹനം പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് എത്തുകയും ചെയ്യും. അവിടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അതോടൊപ്പം തന്നെ ദേശീയ അധ്യക്ഷൻ ഉൾപ്പെടെ ഉള്ളവരുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അവിടെ വിശ്വാസ സുരക്ഷിത വികസിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തുന്നു BJP. അത് ഒരുപക്ഷെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുദ്രാവാക്യമാക്കി BJP മാറ്റും എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ആ തരത്തിലുള്ള വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കം കൂടിയായി വേണം ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വരവിനെ നമുക്ക് വിലയിരുത്താൻ. തീർച്ചയായും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം തിരുവനന്തപുരത്ത് തന്നെ നമുക്ക് പ്രധാനമന്ത്രിയെ ഒരു പക്ഷേ വീണ്ടും കാണാൻ സാധിച്ചേക്കും. കാരണം തിരുവനന്തപുരം എന്നത് ഇപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം A ക്ലാസ് മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ജില്ലയായി മാറിയിരിക്കുന്നു എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. വട്ടിയൂർക്കാവ്, നേമം പോലെയുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ BJP കൂടുതൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കും. കഴക്കൂട്ടത്ത് അടക്കം വിജയസാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്ന പശ്ചാത്തലമുണ്ട്. മധ്യ കേരളത്തിലേക്ക് അടക്കം എത്തുമ്പോൾ കായംകുളം പോലെയുള്ള മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ഊന്നുക. തൃശ്ശൂരും പാലക്കാടും മലമ്പുഴയും അടക്കമുള്ള മണ്ഡലങ്ങൾ കേന്ദ്രീകരിക്കുക. മഞ്ചേശ്വരം പോലെയുള്ള ഇടങ്ങളിൽ ഇത്തവണയെങ്കിലും വിജയക്കൊടി പാറിക്കാൻ സാധിക്കുക. അങ്ങനെയൊക്കെയുള്ള നീക്കങ്ങളും ആലോചനകളും BJPക്കുണ്ട്. 9 മണ്ഡലങ്ങളിൽ എങ്കിലും ഒത്തുപിടിച്ചാൽ വിജയിക്കാം എന്ന ആത്മവിശ്വാസം BJPക്കുണ്ട്. ഒപ്പം 40 നിയമസഭാ മണ്ഡലങ്ങളിൽ കൃത്യമായ ആധിപത്യം നേടുക, 2ാം സ്ഥാനത്ത് എങ്കിലും എത്തുക. ഇങ്ങനെയുള്ള മിഷൻ ആണ് ഇപ്പോൾ BJPയുടെ മുന്നിൽ ഉള്ളത്. ആ മിഷന് കൂടിയാണ് ഇപ്പോൾ തുടക്കമാകുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതിനുവേണ്ടി കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത്. നേരത്തെ നമുക്കറിയാം തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിജയക്കൊടി പാറിച്ചപ്പോൾ തന്നെ കോർപ്പറേഷന് ഭരണസമിതിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് BJPക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് പ്രധാനമന്ത്രി കത്തയച്ച പശ്ചാത്തലമുണ്ടായിരുന്നു. പിന്നീട് പ്രധാനമന്ത്രി 45 ദിവസത്തിനകം എത്തും എന്നതുകൊണ്ട് തന്നെ എപ്പോഴായിരിക്കും പ്രധാനമന്ത്രിയുടെ വരവ് എന്നതായിരുന്നു എല്ലാവരും കാതോർത്തുകൊണ്ടിരുന്നത്. അവിടെയാണ് അധികാരത്തിലേറി 27ാം ദിവസം പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരുക്കങ്ങളും പ്രഖ്യാപനങ്ങളും എത്രത്തോളം എന്നത് നമുക്ക് അല്പസമയത്തിനകം തന്നെ അറിയാൻ സാധിക്കും. BJPയുടെ ഒരു പൊതു നിലപാട് എന്നത് ഇങ്ങനെ തന്നെയാണ്. ഒരുപക്ഷെ BJP
BJP ദേശീയ അധ്യക്ഷനോ അതല്ല എങ്കിൽ പ്രധാനപ്പെട്ട അതിഥികളോ ഒക്കെയാണ് പദ്ധതികളുടെ പ്രഖ്യാപനം നടത്താറുള്ളത്. പ്രധാനമന്ത്രി തന്നെ പലപ്പോഴായി പല സംസ്ഥാനങ്ങളിലും സന്ദർശനങ്ങൾ നടത്തുമ്പോൾ പ്രധാനമന്ത്രി തന്നെയാണ് പ്രഖ്യാപനങ്ങൾ നടത്താറുള്ളത്. അതുകൊണ്ട് തന്നെ BJPയുടെ മറ്റു നേതാക്കളിൽ നിന്ന് ഇന്ന് പ്രധാനമന്ത്രി എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ നടത്തുമെന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാത്ത സാഹചര്യം. പ്രകാശ് ജാവ്ദേക്കർ അടക്കം വികസിത കേരളം എന്ന പ്രതികരിച്ചു പോകുന്ന പശ്ചാത്തലം ആണ് നമ്മൾ കണ്ടത്. അല്പസമയത്തിനകം പ്രധാനമന്ത്രി പുത്തരിക്കണ്ടം മൈതാനത്ത് ഔദ്യോഗികമായ ചടങ്ങുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. അതിലെടുത്തു പറയേണ്ടത് അമൃത് ഭാരത് ട്രെയിൻ സർവീസുകളുടെ ഫ്ലാഗ് ഓഫ് എന്നത് തന്നെയാണ്. അതിന് ഔദ്യോഗികമായി ചടങ്ങ് തന്നെയാണ് എങ്കിൽ അതിനുശേഷം BJP പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമ്പോൾ ആണ് വളരെ പ്രധാനപ്പെട്ട മറ്റു പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നത് അറിയേണ്ടത്. 3 നഗരങ്ങളെ, അതായത് തലസ്ഥാന നഗരത്തെ ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട 3 നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന അമൃത് ഭാരത് പ്രതിവാര ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫ് ആണ് നടക്കാൻ പോകുന്നത്. തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ ട്രെയിനിൻ്റെ ഫ്ലാഗ് ഓഫും അല്പസമയത്തിനകം അദ്ദേഹം നിർവഹിക്കും. തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈ, താമ്പരം, ചെല്ലാപ്പള്ളി എന്നിവിടങ്ങളിലേക്ക് ഉള്ള അമൃത് ഭാരത് സർവീസുകൾ ആണ് ആരംഭിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഒഫീഷ്യലായ ഫ്ലാഗ് ഓഫ് ചടങ്ങ് പ്രധാനമന്ത്രി അല്പസമയത്തിനകം തന്നെ നിർവഹിക്കുകയും ചെയ്യും. ഒപ്പം അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി തന്നെ നിരവധിയായ റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഒക്കെ ഉണ്ട്. ഈ പ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടനം ഇന്ന് തന്നെ നിർവഹിക്കുന്നു. അതോടൊപ്പം തന്നെ തറക്കല്ലിടൽ ചടങ്ങ് അടക്കം നടത്തുന്ന സാഹചര്യം ഉണ്ട്. എല്ലാം ഏതാണ്ട് 10:45 ചടങ്ങ് നടക്കും എന്നതായിരുന്നു നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള സമയക്രമമെങ്കിൽ അതിൽ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. 2 മണിക്കൂർ എന്നതാണ് പ്രധാനമന്ത്രി കേരളത്തിൽ ചെലവഴിക്കുന്ന സമയം. അത് 3 മണിക്കൂർ എന്ന നിലയിലേക്ക് ഒരു പക്ഷേ മാറിയേക്കാം. എന്ത് തന്നെയാണെങ്കിലും അത്രമേൽ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ തന്നെ എന്ന് നമുക്ക് പ്രധാനമന്ത്രിയുടെ ഈ കേരള സന്ദർശനത്തിൽ നമുക്ക് വ്യക്തമാകാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ വളരെ കൃത്യമായ ഒരു സമയം മാത്രമായിരിക്കും പ്രധാനമന്ത്രിക്ക് കേരളത്തിൽ ചെലവഴിക്കാൻ പറ്റുക. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ, പ്രസംഗം, അദ്ദേഹം എന്ത് രാഷ്ട്രീയം പറയും എന്നതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. രഞ്ജിത്ത് ചേരുന്നുണ്ട്. രഞ്ജിത്ത്, ഇതാ പ്രധാനമന്ത്രി എത്തിക്കഴിഞ്ഞു. അദ്ദേഹം പുത്തരിക്കണ്ടം മൈതാനത്തിലേക്ക് പുറപ്പെടുകയും ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായ പരിപാടികൾ, രാഷ്ട്രീയ അഭിസംബോധന ഉൾപ്പെടെ അല്പസമയത്തിനകം ആരംഭിക്കും. മറ്റു വിവരങ്ങൾ തീർച്ചയായും കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.